നമ്മൾ അനിഴം വരെ വായിച്ചു. ഇനി തൃക്കേട്ടക്കാരുടെ വിശേഷങ്ങൾ വായിക്കാം. എന്നെ ആൾക്കാർ കളിയാക്കുന്നുണ്ട് ജ്യോതിഷക്കാരത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ജ്യോതിഷമൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്തൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ എല്ലാ നാളുകാരെയും കുറിച്ചുള്ള വിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ഒരു 80% കറക്റ്റാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ വായിച്ചു തരാൻ പറയുന്നത് കൊണ്ട് ഞാൻ വായിച്ചു തരുന്നു. അല്ലാതെ ഞാൻ ജ്യോത്സ്യമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ തൃക്കേട്ടയെക്കുറിച്ച് പറയാം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ അരനാഴികയും മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ അരനാഴികയും ചേർത്ത് ജനിക്കുന്നവർ വംശനാശകാരികളും ദുർമാർഗികളും നാടും വീടും വിട്ട് അലയുന്നവരുമായിരിക്കും. ചൊവ്വാഴ്ച ദിവസം ചൊവ്വായുടെ കാലഹോരയിൽ ജനിക്കുന്നവർക്ക് ജ്യേഷ്ഠ സഹോദര നാശം സംഭവിക്കുന്നത് സാധാരണയാണ്. തൃക്കേട്ടയ്ക്ക് ചെറിയ ദോഷത്തോടെ തുടങ്ങണം. തൃക്കേട്ട നക്ഷത്രക്കാർ ഹൃദയശുദ്ധരും മനസ്സിലുള്ളത് ആരോടും തുറന്നു പറയുന്ന സ്വഭാവക്കാരാണെങ്കിലും പലപ്പോഴും പരുഷമായി പെരുമാറുകയും ക്ഷിപ്രകോപികളുമായിരിക്കും. സ്വന്തം ഭാവനയ്ക്ക് വിപരീതമായി ഇവർ ശുദ്ധഗതിക്കാരും ഹൃദയചാഞ്ചല്യമുള്ളവരുമായിരിക്കും. എന്നാലും ഇവരുടെ ഭാവം തങ്ങൾ ഗംഭീരമായ മനഃശക്തിയുള്ളവരും അതുല്യമായ കഴിവുള്ളവരുമാണെന്നാണ്. വൈഷമ്യമുള്ള കാര്യങ്ങൾ സഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കുകയില്ല. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നമായാൽ പോലും ഇവരുടെ കാര്യം ആരോടെങ്കിലും അതുപോലെ പറയാൻ മടിക്കാത്തവരാണ്. ഇവർ സുഹൃത്തുക്കളെ പോലെ തന്നെ ശത്രുക്കളെയും സമ്പാദിക്കും. ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ചെന്നെത്തുവാൻ എന്ത് ത്യാഗവും സഹിക്കും. തൻ്റെതായ ജീവിതശൈലി വിട്ട് മറ്റൊന്നിലേക്ക് പോകുവാൻ ഈ നക്ഷത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ജനിച്ച വീടും സ്ഥലവും വിട്ട് താമസിക്കാനാണ് ഈ നക്ഷത്രക്കാർക്ക് യോഗം. പ്രവർത്തികളിലെല്ലാം കഴിവും സാമർഥ്യവും കാണിക്കും. അന്യരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ഇഷ്ടപ്പെടാത്ത ആദർശനിഷ്ഠന്മാരായിരിക്കും ഇവർ. ഇത്തരക്കാരെ അവർ വെറുക്കുകയും ചെയ്യും. ദന്തവൈകൃതമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ അധികവും. ആരോഗ്യകാര്യത്തിൽ തീരെ ശ്രദ്ധ കുറഞ്ഞ ഇവരെ പനി, പീനസം, നീരിളക്കം, മൂക്കുവാർച്ച, ശ്വാസകോശ ഉദര സംബന്ധമായ രോഗങ്ങൾ ഇവ കൂടെ ബാധിച്ചേക്കാം. ഇവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വളരെ വേഗം എടുത്തു ചാടുകയും ചെയ്യും. തൻ്റെ അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ വാക്കിന് വഴങ്ങുന്ന സ്വഭാവക്കാരല്ല. അതുകൊണ്ട് സംഭവിക്കാവുന്നതെന്തും സഹിക്കുവാനും ഇവർ ഒരുക്കമാണ്. ഇവർ സ്വയം ആലോചിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവരുള്ള ബുദ്ധിശക്തിയും നയകുശലതയും പ്രദർശിക്കപ്പെടും. ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോഴാണ് ഇവർ പെട്ടെന്ന് വികാരാവേശം കൊള്ളുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ തനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരോട് ബഹുമാനിക്കേണ്ടവരും ഇവർ അല്പം പോലും വിലമതിക്കാത്തതുപോലെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഇവർക്ക് സ്വജനങ്ങളെ കൊണ്ടും ബന്ധുജനങ്ങളെ കൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. എന്നു മാത്രമല്ല അവരിൽ നിന്നും വിദ്വേഷവും വെറുപ്പും ഏറ്റുവാങ്ങേണ്ടി വരും. ഈ നാളുകാർക്ക് തങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ വിജയിക്കാൻ കഴിയും. അസാമാന്യമായ കഴിവും സാമർഥ്യവും ഇവർക്ക് സ്വതേ ഉണ്ടായിരിക്കും. ക്ഷിപ്രകോപം ഇവർ നിയന്ത്രിക്കേണ്ടതാണ്. ഇവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലാകും. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളിയെയായിരിക്കും ഇവർക്ക് ലഭിക്കുക. ഇഷ്ടപ്പെട്ടതും ഭരണസാമർഥ്യമുള്ളതും നിഷ്കളങ്ക സ്വഭാവമുള്ളതുമായ ഭാര്യ ഇവരുടെ സ്വതന്ത്ര ജീവിതത്തിന് യോജിക്കുമെന്നതിനാൽ ദാമ്പത്യ ജീവിതം തികച്ചും തൃപ്തികരമായിരിക്കും. എങ്കിലും ഭാര്യയുടെ അനാരോഗ്യമോ കൂടെയുള്ള വേർപാടോ കൊണ്ട് ജീവിത സുഖം അല്പം കുറഞ്ഞുകൂടായികയില്ല. സ്വതന്ത്രമായ ഒരു ജീവിത രീതി ഇവർക്ക് 18 വയസ്സിന് ശേഷം വരുമെങ്കിലും 50 വയസ്സുവരെ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകാത്ത രീതിയിൽ ജയപരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. 27 വയസ്സിന് ശേഷം അല്പാൽപ്പം പുരോഗതി ഉണ്ടാകും. സ്വസ്ഥമായൊരു ജീവിതം ഇവർക്ക് ലഭിക്കുന്നത് 50 വയസ്സിന് ശേഷമായിരിക്കും. ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഇവ കൂടാതെ ശിഥിലമായ ദാമ്പത്യബന്ധം, കുറഞ്ഞ സൗഭാഗ്യങ്ങളും, സന്താനമില്ലായ്മ, സന്താനമരണ ദുഃഖമോ, ഭർത്താവിൻ്റെ അനിഷ്ടമോ, വൈധവ്യമോ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ അനുഭവിക്കേണ്ടി വരുന്നു. ദാരിദ്ര്യവും നിസ്സഹായതയും ഇവരെ ചിലപ്പോൾ പരാശ്രയ ജീവിതത്തിന് നിർബന്ധിതരാക്കും. വളരെയേറെ സൂക്ഷിച്ചില്ലെങ്കിൽ അകാരണമായതും യഥാർത്ഥവുമായ അപവാദ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. ഇവർക്ക് ബുധദശയ്ക്ക് ശേഷം കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ. ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ, വായിച്ചു എന്ന് മാത്രം. ഇതിലും എനിക്കറിയുന്നൊരു തൃക്കേട്ട ഉണ്ട്. കുറേയൊക്കെ 50%